എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണസദ്യ സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് പച്ചടിയും ഇഞ്ചി തൈരും ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു വലിയ ബീട്രൂട്ട് തോലൊക്കെ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ബീട്രൂട്ടിൽ നിറയെ വെള്ളം ഉണ്ടാവും, അത് കാരണം കൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അരയ്ക്കാനായിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ബീട്രൂട്ട് വെന്തോ നോക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തൈര് 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ തൈരിന് കുറച്ച് പുളി ഉണ്ടാവണം. കുറച്ച് പുളി ഉണ്ടായാലാണ് നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് തിള വന്ന് ഒപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, ഉണക്കമുളക്, കറിവേപ്പില. ഇത്രയുള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇനി നമുക്ക് ഇഞ്ചി തൈര് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി തോലൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്യുക. കറിവേപ്പില, അതുപോലെ ആവശ്യത്തിനുള്ള തൈര് നന്നായിട്ട് അടിച്ചു വയ്ക്കണം. ഇപ്പോൾ ഇതാ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കടായി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചമുളക് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ വെക്കുക, അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ പതുക്കേനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടിച്ചു വെച്ചേക്കണ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയുള്ളൂ, സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് റെഡിയായി. ഓണസദ്യയിൽ എന്തായാലും പച്ചടിയും അതുപോലെ ഇഞ്ചി തൈരൊക്കെ നിർബന്ധമായിട്ടുണ്ടാവും. പിന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസാണ്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.